അവന് അവസാനമായി അവന് വിട നൽകുകയാണ്. അവൻ്റെ ഉറ്റവർ അന്ത്യചുംബനം അർപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ. മൃതദേഹം ചിതയിലേക്ക് എടുക്കേണ്ട സമയമായിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അവൻ ഓർമ്മയായി മാറും. അല്പസമയത്തിനകം തന്നെ അവൻ്റെ മൃതദേഹം ആ കൊച്ചു ചിതയിലേക്ക് എടുക്കും. കൊച്ചു ചിത ഒരുക്കിയിട്ടുള്ളത് അവിടെ ഒരു കണിക്കൊന്ന മരമുണ്ട്. ആ മരത്തിന് തൊട്ട് ചേർന്നാണ് ചിത ഒരുക്കിയിട്ടുള്ളത്. വിജയകുമാർ, അങ്ങനെ ഒരു അനാസ്ഥയുടെ ബലിയാടായി ആ കുഞ്ഞു ജീവൻ അത് ആവുമ്പോൾ ഇനിയിപ്പോൾ ഒരു നാട് മുഴുവൻ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. ആ നാട്ടിലുള്ളവർ മാത്രമല്ല എന്നതാണ് നമ്മളുടെ പ്രതിനിധികളൊക്കെ നേരത്തെ പറയുന്നത്. മറ്റിടങ്ങളിൽ നിന്നൊക്കെ അവനെക്കുറിച്ച് കേട്ടറിഞ്ഞു വന്ന ആളുകൾ വരെ അവന് വിട നൽകാൻ എത്തി എന്നുള്ളതാണ്. വലിയൊരു ജനസാഗരം അവിടെ കാണുന്നുണ്ട്, നമ്മൾ വസതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ വിദ്യാലയത്തിലേക്കുമൊക്കെ എത്തുന്നത് വഴിനീളെ കാത്തുനിന്ന് അവന് വിട നൽകുന്ന കാഴ്ച, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഒരു നാടിൻ്റെ നോവായി അക്ഷരാർത്ഥത്തിൽ മിഥുൻ മാറി. അനുജ, കേരളത്തിൻ്റെ മകൻ എന്ന് നമുക്ക് പറയാം മിഥുനെ. ഈ അവസരത്തിൽ മിഥുൻ അന്തിമോപചാരം അർപ്പിക്കാൻ ആ നാട്ടിലേക്ക് എത്തിയവർ മാത്രമല്ല, മിഥുനെ അറിയാവുന്നവരും അറിയില്ലാത്തവരുമൊക്കെയായി നാടിൻ്റെ എത്രയോ സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഈ ദുഃഖത്തിൽ ഇപ്പോൾ പങ്കുചേരുകയാണ്. കേരളത്തിൻ്റെ മകനാണ് മിഥുൻ. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ മകൻ തന്നെയാണ്. ഈ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന ഇത്രയും സമയം, ഇത്രയും മണിക്കൂറുകളായിട്ടും ഒരു സമയത്ത് പോലും ആളുകൾ അവിടേക്ക് ഇങ്ങനെ വരിവരിയായി നിൽക്കാത്ത സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതായിരുന്നു. എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ നാട് മുഴുവൻ അവിടെ ഇതിനോടകം വന്ന് ആ കുഞ്ഞിനെ കണ്ട് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. ആ കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ആളുകളോട് വേഗത്തിൽ അവിടെ നിന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങണമെന്ന് പോലീസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവിടേക്ക് ആളുകൾ, നമുക്ക് ആ ദൃശ്യങ്ങൾ അങ്ങ് പിന്നിൽ കാണാം, അവിടെ വരിവരിയായി ആളുകൾ നിൽക്കുന്നുണ്ട്. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നായിരുന്നു തീരുമാനിച്ചത്. അത് കുറച്ചുകൂടി വൈകും എന്ന് വേണം ഇപ്പോൾ കരുതാൻ. ഇനിയും മിഥുനെ കാണാനുള്ളവർ എത്രയും വേഗം കണ്ട് അവിടെ നിന്ന് മടങ്ങണം എന്നിപ്പോഴവിടെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. കാരണം മരിച്ചിട്ട് ഇത്രയും ദിവസമായി. അന്തിമോപചാരം അർപ്പിക്കേണ്ടവർക്കൊക്കെ അതിനുള്ള സമയം സ്കൂളിലുണ്ടായിരുന്നു, വീട്ടിലെത്തിച്ചു. ഇത്രയും സമയം ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ കുഞ്ഞിനെ കുരുന്ന് അനുജനെ കാണാം. അമ്മയുണ്ട്, അവിടെ അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. ഹൃദയം തകർന്ന് അവരെങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരിക്കും അവരുടെ മനസ്സിലെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും ഊഹിക്കാൻ പോലും കഴിയില്ല. ഒരു വലിയ കടൽ, ഒരു ദുഃഖത്തിൻ്റെ ഒരു വലിയ പാരാവാരം അവരുടെ ഉള്ളിൽ ഇരമ്പുന്നത് ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടാകും. ഈ അവസരത്തിൽ അവരൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നത് എന്നാർക്കും അറിയില്ല. ഇപ്പോഴവിടെ വരുന്ന ജനപ്രതിനിധികളൊക്കെ അവരെ കണ്ട് കുപ്പുകൈ അർപ്പിച്ച് മടങ്ങുകയാണ്. അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ആർക്കും. എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് അവരെ ശാന്തരാക്കാനോ ആശ്വസിപ്പിക്കാനോ അവരുടെ കണ്ണീർ തുടയ്ക്കാനോ നമ്മൾക്ക് കഴിയില്ല. അവരുടെ സങ്കടം അത് അണപൊട്ടുന്ന വലിയ കണ്ണീർ കടലായി അവിടെ ആകെ പരക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇങ്ങനെ തുടർച്ചയായി കാണുകയാണ്. അതിൽ നിന്ന് അവർക്ക്, ആ സങ്കടക്കടലിൽ നിന്ന് അവർ കരകയറാൻ അവർക്ക് പെട്ടെന്ന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. അതിനപ്പുറം നമുക്കതായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ, അത്രയും ഒരു ദാരുണമായ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നറിഞ്ഞതു മുതൽ വല്ലാത്ത ആദിയോടെയാണ് എല്ലാവരും ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത്. അവരവരുടെ വീടുകളിൽ ഒരു കുട്ടിക്കുണ്ടായ, ഒരു മകനുണ്ടായ ദുരന്തം എന്ന നിലയിലാണ് അവർ ഈ അപകടത്തെ കാണുകയും ആ കുഞ്ഞിൻ്റെ ദുരന്തത്തിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ട് സ്കൂളിലേക്കൊരു വിലാപയാത്ര വന്നു. നോക്കൂ, ആ പിതാവിൻ്റെയും ആ പിതാവ് അവസാനം അവനെ യാത്രയയക്കുകയാണ്, ആ കുഞ്ഞിനെ യാത്രയയക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞ് എന്താണ് ഈ സമയത്ത് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആ പിതാവ് രാവിലെയും അവനെ സ്കൂളിൽ കൊണ്ടാക്കിയതാണ്. വൈകുന്നേരം ഞാൻ വരാം എന്ന് അവനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. പക്ഷെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ ദുരന്ത വാർത്തയാണ് അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല എന്നാണ് പറഞ്ഞത്. അത്രയും സമയം സ്തബ്ധനായി നിന്നു. ഇനിയിപ്പോൾ ഒന്ന് കരഞ്ഞ് ഉള്ളിലെ സങ്കടമഴ കുറച്ചെങ്കിലും പെയ്തൊഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുമാത്രമാണ് അവർക്കൊരു ആശ്വാസം കിട്ടുന്നത് അതിലൂടെ മാത്രമായിരിക്കും. അമ്മ, അച്ഛൻ,
അനുജൻ, മുത്തശ്ശി, മറ്റു ബന്ധുക്കൾ ഒക്കെ നമ്മൾ കണ്ടു. മുത്തശ്ശി രാവിലെ കരഞ്ഞ് തളർന്ന് വീണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നതും പിന്നീട് ആ വീട്ടിലേക്ക് വരുമ്പോഴുമൊക്കെയുള്ള രംഗങ്ങൾ നമ്മൾ എത്ര കണ്ണ് ഇറുക്കി അടച്ചാലും മുറുകെ അടച്ചാലും നമ്മളുടെ കണ്ണിൻ മുന്നിൽ നിന്ന് അത് മായില്ല. അത്തരമൊരു കാഴ്ച സമീപകാലത്തൊന്നും ഈ നിലയിൽ നമ്മൾ മലയാളികൾ ആ, ആ, സ്തബ്ധരായ തരിച്ചു നിന്ന അല്ലെങ്കിൽ കടലിൽ അകപ്പെട്ട ഒരു ഒരു ദുരന്ത വാർത്ത ഈ സമീപകാലത്തൊന്നും നമ്മളെ തേടി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്തരം കാഴ്ചകളായിരുന്നു ആ സ്കൂളിലും ആ വീട്ടിലും ആ നാട്ടിലുമൊക്കെ കണ്ടത്. ഇപ്പോൾ രാവിലെ വിലാപയാത്രയായി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ യാത്ര കടന്നു വന്ന വഴികളിലൊക്കെ എത്രയോ ആളുകളാണ് ആ കുഞ്ഞിനെ കാണാനായി കാത്തു നിന്നത്. അവരൊക്കെ ഈ മിഥുൻ എന്ന 13-കാരനെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവരൊക്കെ ആ കുഞ്ഞിൻ്റെ ആ കുട്ടിയുടെ ദുരന്തം അവരൊക്കെ അതിൻ്റെ ഭാഗമായി എന്ന് വെച്ചാൽ അവരെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ആ, ആ, ഒരു ദുരന്തമായി മാറുകയും ചെയ്തു. ഇനി അച്ഛനും അമ്മയും അവസാനമായി അവന് യാത്ര വിട ചൊല്ലുകയാണ്, അന്ത്യചുംബനം കൊടുക്കുകയാണ്. ഇത്തരം നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്ന വാർത്തകളിലൂടെ, ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ ഇനിയൊരിക്കലും കടന്നു പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ സങ്കടക്കടലിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനേ കഴിയില്ല. അവരുടെ ദുരിതം, അവരുടെ സങ്കടം സമാനതകളില്ലാത്തതാണ്. അവർ കടന്നു പോകുന്ന ഈ കഠിന സമയത്ത് അതിൽ നിന്ന് അവർക്ക് മോചനം വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ കഴിയൂ. വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനോ അവരുടെ സങ്കടത്തിന് എന്തെങ്കിലും അറുതി വരുത്താനോ നമുക്ക് കഴിയില്ല. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അതിന് ഇനിയിപ്പോൾ മൃതദേഹം അവിടെ നിന്ന് ചിതയിലേക്ക് കൊണ്ടുപോകണം. അച്ഛനും അമ്മയും അന്ത്യചുംബനം നൽകി ആ 13 വയസ്സുകാരൻ മിഥുനെ യാത്രയയക്കുകയാണ്. അവരുടെ ജീവനായ അല്ലെങ്കിൽ അവരുടെ ജീവൻ്റെ ഭാഗമായ മകൻ, അവൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അടുത്ത് നിന്ന് നോക്കിയ അച്ഛനും അമ്മയും, മകനെ ഉപേക്ഷിച്ച് പ്രവാസ ജീവിതത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പോകേണ്ടി വന്ന അമ്മ തിരികെ വരുമ്പോൾ അവന് ചോക്ലേറ്റും അല്ലെങ്കിൽ അവന് ആവശ്യപ്പെട്ടതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അവിടേക്ക് തിരികെ വരുമ്പോൾ മകനെ അല്ലെങ്കിൽ ആ ഉമ്മറത്ത് കാത്തു നിൽക്കുന്ന മകനെ ചേർത്തു പിടിക്കാൻ വെമ്പിയ അമ്മ അവൻ്റെ നിശ്ചലമായ ശരീരത്തിൽ അവൻ്റെ മുഖത്ത് അന്ത്യചുംബനം നൽകി അവനെ യാത്രയയക്കുന്ന, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ദുരിതത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വല്ലാത്ത ഹൃദയഭാരത്തിൻ്റെ, ഹൃദയവേദനയുടെയൊക്കെ കാലത്തുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ആ ഇളയ മകനെ ചേർത്ത് പിടിച്ച് അമ്മ കരയുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വീട്ടിലെത്തിയ സമയം ആകുമ്പോഴേക്കും മിഥുൻ്റെ മൃതദേഹം വിലാപയാത്രയായി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ മകൻ്റെ മൃതദേഹമുള്ള പേടകത്തിൽ കെട്ടിപ്പിടിച്ച് ആ അമ്മ കരയുന്ന കാഴ്ചയും നമ്മൾ എത്ര കണ്ണടച്ചാലും അത് നമ്മളുടെ കൺമുന്നിൽ നിന്നും മായില്ല.